ഹായ് ഗൈസ്, നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അറബിക് ഡിഷായ നാഷിഫാണ്. വ്യത്യസ്ത തരം അടിപൊളി ഡിഷുകൾക്കായി എൻ്റെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് എങ്ങനെ നാഷിഫ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതിനായി നമുക്ക് ആടും ബീഫും ഉപയോഗിക്കാവുന്നതാണ്. ആടോ ബീഫോ എടുത്ത് കുറച്ച് വലിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് നന്നായി കഴുകി എടുത്തതിന് ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ രണ്ട് ഭാഗവും നന്നായി അടിച്ചെടുക്കുക. ഇനി മീറ്റ് മാരിനേഷൻ ചെയ്യാനുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം. അതിനായി ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് സോയാ സോസ്, കുറച്ച് കുരുമുളക് പൊടി, ഉണക്കമുളക് ക്രഷ് ചെയ്തത് കുറച്ച്, ഇതിലേക്ക് മീറ്റ് ഇട്ട് നന്നായി മിക്സ് ആക്കുക. നല്ലവണ്ണം മിക്സ് ആക്കണം. അതിനുശേഷം ഇത് ഒരു 45 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. മിനിറ്റിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ ഒഴിക്കുക. പാൻ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ മാരിനേഷൻ ചെയ്ത് വെച്ച മീറ്റ് ഇട്ട് നന്നായി ഗ്രിൽ ചെയ്തെടുക്കുക. മീറ്റിൻ്റെ രണ്ട് ഭാഗവും ഗോൾഡൻ കളർ ആവണം. ഒരു ഭാഗം കളറായതിന് ശേഷം മറിച്ചിടുക. വീണ്ടും തിരിച്ചും മറിച്ചും ഇട്ട് നന്നായി ഗോൾഡൻ കളറാക്കി എടുക്കുക. വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഗോൾഡൻ കളറാവണം. അതിന് ശേഷം എടുത്തു മാറ്റാവുന്നതാണ്. പിന്നീട് ഈ ഗ്രിൽ ചെയ്ത മീറ്റ് ഒരു മീഡിയം പീസാക്കി കട്ട് ചെയ്തെടുക്കുക. വീഡിയോയിൽ കാണുന്ന ഈ സൈസിലാണ് കട്ട് ചെയ്യേണ്ടത്. നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉള്ളി, ക്യാപ്സിക്കം, വെളുത്തുള്ളി ഇവ കട്ട് ചെയ്ത് മാറ്റി വെക്കുക. എന്നിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ ഒഴിക്കുക. ഒലീവ് ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഗാർലിക് ഇടുക. വെളുത്തുള്ളി ഒന്ന് ഗോൾഡൻ കളറായി വരുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കവും ഉള്ളിയും ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക.
ഈ ഉള്ളിയും ക്യാപ്സിക്കവും ഹാഫ് കുക്കാവുന്നത് വരെ നന്നായി വേവിച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് ചെറിയൊരു പീസ് ബട്ടർ ആഡ് ചെയ്യുക. എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കി ഒന്ന് ഗ്രിൽ ചെയ്യുക. എന്നിട്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ബീഫ് ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. ഒരു 5 മിനിറ്റ് നന്നായി ഈ ഉള്ളിയിലും ക്യാപ്സിക്കത്തിലും ഇട്ട് നന്നായി ബീഫ് കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി വെട്ടിയിടുക. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ ആഡ് ചെയ്യാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് കുമിൻ പൗഡർ, കുറച്ച് ഗരം മസാല, കുറച്ച് ബ്ലാക്ക് പെപ്പർ പൗഡർ, ഇവയെല്ലാം ഇട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഒരു 2 മിനിറ്റ് നേരം ഇതിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കുക്ക് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വാട്ടർ ആഡ് ചെയ്യുക. അധികം വെള്ളം ഒഴിക്കരുത്. ബീഫ് കുക്കാവാനുള്ള വെള്ളം മാത്രം ഒഴിക്കുക. ബീഫ് ഓൾറെഡി 1/4 കുക്ക് ഗ്രിൽ ചെയ്തിട്ടായതാണ്. ഇനി അടച്ച് വെച്ച് ഒരു അരമണിക്കൂർ വേവിച്ചെടുക്കുക. മീറ്റ് വേവുന്നത് വരെ വേവിക്കുക. നമ്മുടെ അടിപൊളി ലഹം നാഷിഫ് റെഡി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും കാണാം മറ്റൊരു നല്ല വീഡിയോയുമായി. ബൈ ബൈ, സീ യു.